നമുക്ക് ഇനിയുണ്ടല്ലോ നാടകം ഇന്ന് കാണാൻ പോയില്ലേ? നാടകം കാണാൻ പോയിരുന്നു. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഞാനൊരു 3 നാടകങ്ങൾ കണ്ടു. 3 ഇഞ്ചോട് ഇഞ്ച് ഗംഭീരമായ നാടകങ്ങളായിരുന്നു. നല്ല തീമൊക്കെ, അതായത് സമകാലിക ഗംഭീര തീമുകൾ, അതായത് പുതുമയുള്ള തീമുകളാണ് എല്ലാം. പഴയ പോലെ നമ്മൾ ഒരേപോലെ മുൻകാലങ്ങളിലൊക്കെ കഴിഞ്ഞു പോയതിന്റെ ആവർത്തനം ഉണ്ടായിരുന്നില്ല. ഒരാവർത്തനമില്ല, പുതുമയുള്ള തീമായിരുന്നു ഞാൻ 3 കണ്ടത്. എന്തായാലും നമുക്ക് ആ വേദിയിലേക്ക് ഒന്ന് പോയി നോക്കാം. തീർച്ചയായിട്ടും. അപ്പൊ നാടക വേദിയിലേക്ക് പോകുന്നു. അവിടെ ലിഡിയ ജേക്കബ് ഉണ്ട്. ലിഡിയ, നാടകങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? സെയ്ഫ് അവിടെ വന്ന് കുറച്ച് നാടകങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ മികച്ച നിലവാരം പുലർത്തുന്നു നാടകങ്ങൾ എന്നുള്ളൊരു അഭിപ്രായമാണ് കേട്ടത്. നാടക മത്സരങ്ങൾ എങ്ങനെ പോകുന്നു? പൊതുവെയുള്ള കാണികളുടെ അഭിപ്രായം എങ്ങനെയാണ്? ജിൽസി, സെയ്ഫു, ഞാനുള്ളത് നാടകവേദിയിലാണ്. അല്പം മുമ്പ് സെയ്ഫു കണ്ടുപോയതേ ഉള്ളൂ. സെയ്ഫു പറഞ്ഞതുപോലെ തന്നെ ഗംഭീര പ്രകടനങ്ങളാണ്, ഗംഭീര വിഷയങ്ങളാണ് നാടകത്തിൽ ഇപ്രാവശ്യവും കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. പഴയ കാലത്ത് നമ്മൾ അനുവർത്തിച്ചു വന്ന ആ ഫോർമുലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുതിയ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കുട്ടികൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നാടകത്തിന് എല്ലാ കാലത്തും ഒരുപാട് ഫാൻസ് ഉണ്ട്. നിറഞ്ഞ സദസ്സിലായിരിക്കും എപ്പോഴും നാടകം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഇത്തവണ തൃശ്ശൂരിലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ്. നാടകത്തിൽ നിറഞ്ഞ സദസ്സാണ്. തുടക്കം മുതൽ രാവിലെ 9:30 മുതൽ ഇപ്പോൾ ഇതാ 2:30 വരെ നിറഞ്ഞ സദസ്സിലാണ് നാടകം നടന്നുകൊണ്ടിരിക്കുന്നത്. സമകാലിക വിഷയങ്ങൾ, ഒപ്പം യുദ്ധവും അതുപോലെ തന്നെ പലായനവും അടക്കമുള്ള വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നാടകങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഈ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ തീം കൊണ്ട്, അവതരണം കൊണ്ട് ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള മികച്ച നാടകങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രകടനങ്ങളും അത് വളരെ വളരെ മികച്ചതാണ്. ഒന്നിനൊന്ന് മെച്ചമുള്ള നാടകങ്ങൾ കൂടിയാണ് കുട്ടികളുടെ ഭാഗത്ത്, പ്രകടനങ്ങൾ കൂടിയാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പ്രത്യേകിച്ച് അല്പം മുമ്പ് നടന്ന ഭാഷ എന്ന് പറയുന്ന ഒരു നാടകം ഒക്കെ ഉണ്ടായിരുന്നു. വളരെ മികച്ച തീമും അതുപോലെ തന്നെ മികച്ച പ്രകടനവും കൊണ്ട് പ്രേക്ഷകരുടെ കയ്യടി വാങ്ങിയൊരു നാടകം കൂടിയാണത്. അതായത് കണ്ടു നിന്ന പ്രേക്ഷകർ കരയുന്ന ദൃശ്യം, കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ അത്രയധികം മനോഹരമായി, അത്രയധികം ആവേശത്തോടെ നാടക മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. നാടക മത്സരങ്ങൾ മാത്രമല്ല, മറ്റ് മത്സരങ്ങളും വിവിധ വേദികളിലായി 15 വേദികളിലും ആവേശത്തോടെ മറ്റു മത്സരങ്ങളും പുരോഗമിക്കുകയാണ്. ഇന്ന് ജനപ്രിയ ഇനങ്ങളായ പല മത്സരങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് മാർഗം കളിയുണ്ട്, ഒപ്പനയുണ്ട്, ഒപ്പം തിരുവാതിരയുണ്ട്, ഗോത്ര കലകളായിട്ടുള്ള മംഗലം കളി അടക്കമുള്ള കലകളൊക്കെ ഉണ്ട്. അത്തരത്തിൽ 15 വേദികളിലും വിവിധ മത്സര ഇനങ്ങൾ അത് പുരോഗമിക്കുകയാണ്. തൃശ്ശൂർക്കാരുടെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ തൃശ്ശൂർക്കാരുടെ ഒരു പങ്കാളിത്തവും ഇതിന് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനവും അത് പറയാതെ വയ്യ. എല്ലാ വേദികളിലും നിറഞ്ഞ സദസ്സ് തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.